CMRL കമ്പനിക്കെതിരായ ഷോൺ ജോർജിന്റെ വിവാദ പോസ്റ്റുകൾ നീക്കാൻ നിർദ്ദേശം. CMRL നൽകിയ ഹർജിയിൽ ഷോൺ ജോർജിനും മെറ്റയ്ക്കും എറണാകുളം സബ് കോടതി നോട്ടീസ് അയച്ചു. സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് വിലക്കിയാണ് എറണാകുളം മുൻസിഫ് കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ശ്യാം ദേവരാജുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം ദേവരാജ്, അത് ഷോൺ അടക്കമുള്ളവർക്ക് വലിയ തിരിച്ചടിയാണല്ലോ. CMRL കൊടുത്ത ഹർജിയിലാണോ ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്? ഡോക്ടർ അരുൺ, അങ്ങനെ തന്നെയാണ്. ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും, അതായത് CMRL-നെതിരെയും CMRL എക്സാലോജി കരാറുമായി ബന്ധപ്പെട്ട് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്കും തിരിച്ചടിയാണ് എറണാകുളം സബ് കോടതിയുടെ ഉത്തരവ്. ഇത്തരം എല്ലാ ആക്ഷേപങ്ങളും ഉന്നയിക്കുന്നത് വിലക്കിയാണ് എറണാകുളം സബ് കോടതിയുടെ നടപടി. മാത്രമല്ല, ഷോൺ ജോർജ് അടക്കമുള്ള ആളുകൾ പോസ്റ്റ് ചെയ്ത എല്ലാ പോസ്റ്റുകളും നീക്കം ചെയ്യുക അല്ലെങ്കിൽ അത് ഡൗൺ ചെയ്യുകയോ ചെയ്യണം എന്ന നിർദ്ദേശവും കൂടി മെറ്റ പ്ലാറ്റ്ഫോം, ഫേസ്ബുക്കിന്റെ ഉടമകളായ മെറ്റയ്ക്ക് അടക്കം സബ് കോടതി നൽകിയിട്ടുണ്ട്. CMRL നൽകിയ ഹർജിയിലാണ് എറണാകുളം സബ് കോടതിയുടെ ഉത്തരവ്, ഏറ്റവും ശ്രദ്ധേയമായ ഉത്തരവ്. ഈ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിൽ CMRL എക്സാലോജി കരാറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്, അത് ഷോൺ ജോർജോ അല്ലെങ്കിൽ മറ്റാളുകളുടെ പേര് പ്രത്യേകമായി കോടതി പറഞ്ഞിട്ടില്ല. പക്ഷേ അത് ആര് ഉന്നയിച്ചു കഴിഞ്ഞാലും അത്തരം ആക്ഷേപങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യരുത് എന്നാണ്, അല്ലെങ്കിൽ പോസ്റ്റ് അത് പ്രസിദ്ധീകരിക്കരുത് എന്ന കാര്യമാണ്. അതിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നടപടിയാണ് എറണാകുളം സബ് കോടതിയുടെ ഈ ഇടക്കാല ഉത്തരവുള്ളത്. ഈ ഹർജിയിൽ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ മെറ്റയും മറുപടി നൽകണം. ജൂൺ 5-ന് അത് മറുപടി നൽകണമെന്നാണ് സബ് കോടതിയുടെ നിർദ്ദേശം. ജൂൺ 5-ന് എറണാകുളം സബ് കോടതി ഈ ഹർജി വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. ഓക്കെ, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. CMRL ഹർജിയിലാണ് എറണാകുളം സബ് കോടതിയുടെ തീരുമാനം. CMRL-ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും നീക്കാനാണ് ഷോൺ ജോർജിനും കൂട്ടർക്കും ഇപ്പോൾ സബ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മെറ്റയ്ക്കും പോയിട്ടുണ്ട് നോട്ടീസ്.